സംസ്ഥാനത്ത് വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തി വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡ് പരിശോധിച്ച് മുഖ്യമന്ത്രി ഇപ്പോൾ സല്യൂട്ട് സ്വീകരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ ഒരു വ്യൂഹമാണ്. ഈ പ്ലറ്റൂണിനെ പോലീസ് ഇൻസ്പെക്ടർ ശിവകുമാർ VR നയിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ദിപിൻ KS നയിക്കുന്ന കേരള പ്രിസൺസ് വിഭാഗത്തിന്റെ ഒരു പ്ലറ്റൂണാണ്. കേരള എക്സൈസ് വിഭാഗത്തിന്റെ ഒരു വ്യൂഹമാണ് അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യൂഹത്തെ നയിക്കുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്ത് JS. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ RC അരുൺ നയിക്കുന്ന കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കണ്ടിജന്റാണ്. കേരള അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വ്യൂഹത്തെ സ്റ്റേഷൻ ഓഫീസർ അരുൺ മോഹൻ A നയിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോകുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിതിൻ കുമാർ നയിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് സൈനിക് സ്കൂളിന്റെ പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ സീനിയർ അണ്ടർ ഓഫീസർ അഭിവന്ത് ബൈജു നയിക്കുന്നു. സീനിയർ അണ്ടർ ഓഫീസർ ആരോമൽ A നയിക്കുന്ന NCC സീനിയർ ഡിവിഷൻ ആർമി വിംഗ് ബോയ്സിന്റെ ഒരു കണ്ടിജന്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. അണ്ടർ ഓഫീസർ കുമാരി നന്ദന ലാൽ നയിക്കുന്ന NCC സീനിയർ വിംഗ് ആർമി ഗേൾസിന്റെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റൻ അതുൽ അഷ്റഫ് നയിക്കുന്ന NCC സീനിയർ ഡിവിഷൻ നേവൽ യൂണിറ്റാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റ് സർജന്റ് അതുൽ G കുമാർ നയിക്കുന്ന NCC ജൂനിയർ ഡിവിഷൻ എയർ വിംഗിന്റെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. അടുത്തതായി സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ബോയ്സിന്റെ ഒരു കണ്ടിജന്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടിജന്റിന്റെ മാസ്റ്റർ അഭിനവ് SR നയിക്കുന്നു. കുമാരി നന്ദന R നയിക്കുന്ന സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ഗേൾസിന്റെ ഒരു കണ്ടിജന്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭാരത് സ്കൌട്ട്സിന്റെ ഒരു വ്യൂഹമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോകുന്നത്. വ്യൂഹത്തെ ട്രൂപ്പ് ലീഡർ മാസ്റ്റർ അഭിരാം കൃഷ്ണൻ നയിക്കുന്നു. ഭാരത് ഗൈഡ്സിന്റെ കമ്പനി ലീഡറായ കുമാരി ഐശ്വര്യ നയിക്കുന്ന ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. മൌണ്ടഡ് പോലീസ് റിസർവ് സബ് ഇൻസ്പെക്ടർ അനൂപ് MA നയിക്കുന്ന മൌണ്ടഡ് പോലീസ് വിഭാഗമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെയും മലബാർ സ്പെഷ്യൽ പോലീസിന്റെയും കേരള ആംഡ് പോലീസ് 1, 3, 4 ബറ്റാലിയന്റെയും ബ്രാസ് ബാൻഡ് വിഭാഗങ്ങളാണ്. ഈ വിഭാഗത്തെ ബാൻഡ് സബ് ഇൻസ്പെക്ടർ അരുൺ പ്രസാദ് നയിക്കുന്നു. അവസാനമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് സ്പെഷ്യൽ ആംഡ് പോലീസിന്റെയും കേരള ആംഡ് പോലീസ് 2, 5 ബറ്റാലിയനുകളുടെയും പൈപ്പ് ബാൻഡ് വിഭാഗങ്ങളാണ്. ഈ വിഭാഗത്തെ ബാൻഡ് സബ് ഇൻസ്പെക്ടർ ശശി കുമാർ നയിക്കുന്നു.
സംസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. 79ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിക്കുകയാണ് സംസ്ഥാനവും. മുഖ്യമന്ത്രി വിവിധ സേനാ വിഭാഗങ്ങളുടെ അടക്കം സല്യൂട്ട് സ്വീകരിക്കുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തിയത്. വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡ് പരിശോധിച്ച് സല്യൂട്ട് സ്വീകരിക്കുകയാണ് മുഖ്യമന്ത്രി. തത്സമയമാണ് പ്രേക്ഷകർ കാണുന്നത്. ഒപ്പം ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിനു ശേഷം തിരിച്ചിറങ്ങുകയാണ്. വിദ്യാർത്ഥികളടക്കമുള്ളവരെ അദ്ദേഹം ആശ്ലേഷിക്കുന്നുണ്ട്. ചെങ്കോട്ടയിൽ നിന്ന് തിരികെ പുറത്തേക്ക് പോകുന്ന പ്രധാനമന്ത്രിയെ നമുക്ക് കാണാം. ഒപ്പം സംസ്ഥാനത്തും വിപുലമായ ആഘോഷമാണ് നടക്കുന്നത്. 79ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിലാണ് രാജ്യം. പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായി സംവദിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ച് ഇറങ്ങുകയാണ്. രാജ്യമൊന്നാകെ 79ാം സ്വാതന്ത്ര്യദിനം വിപുലമായി തന്നെ കൊണ്ടാടുകയാണ്. ഏറ്റവും പ്രധാനമായി പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ചുട്ട മറുപടി നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്വാതന്ത്ര്യ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചത്. നമുക്കറിയാം, പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ തരത്തിൽ പ്രാധാന്യം അതിന് രാജ്യം നൽകുന്നുണ്ട്. അത് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ വളരെ വ്യക്തമായിരുന്നു. നമുക്കറിയാം, 26 പേരുടെ ജീവനെടുത്ത പഹൽഗാമിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ പേര് അത് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. തിരിച്ചടി വിവരം പങ്കുവെച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം പങ്കുവെച്ച പോസ്റ്റിലും ചിതറിത്തെറിച്ച ആ സിന്ദൂരത്തിന്റെ ചിത്രമാണ് ഉണ്ടായിരുന്നത്. അതൊക്കെയാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞതും. ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട അവർക്കുള്ള രാജ്യത്തെ സ്ത്രീകൾക്കുള്ള ആദരം കൂടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ആ പേര് പരാമർശിച്ചത് പോലും അതുകൊണ്ടാണ്. പഹൽഗാം ഭീകരാക്രമണത്തിലെ കണ്ണീർ കാഴ്ചയായിരുന്നു 6 ദിവസം മുൻപ് മാത്രം വിവാഹിതയായ ഹിമാൻഷി നർവാളിന്റെ ചിത്രം. ഇതൊക്കെ നമ്മളെ ഒന്നുകൂടി ഇന്നത്തെ ദിവസം ഓർമ്മിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഹൽഗാമിന് ഉടൻ തിരിച്ചടി എന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ ദൃഢനിശ്ചയത്തിന് പിന്നിൽ ഹിമാൻഷി ഉൾപ്പെടെയുള്ള അനേകം വനിതകളുടെ